സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നതായി. അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം. ഈ രണ്ടുപേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു. ഈ രണ്ടുപേരെക്കാളും മുകളിൽ ഒരാളെ ഈ ആമി സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചർ ഉണ്ടാവണമെന്നുണ്ട്. അങ്ങനെ പല പേരുകൾ ആലോചിച്ചു. രജനീകാന്ത് തുടങ്ങി, കമലഹാസൻ തുടങ്ങി ആലോചിച്ചു. പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നതായി. അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു മാസത്തെ ഒരു സുഖചികിത്സയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അതിനെന്താ നിങ്ങളുടെ സിനിമയിൽ നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അത് തീർന്നു. 2 ദിവസമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ ഒരു പയസ് ലുക്കിലേക്കൊക്കെ വന്നു. ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ഒരു ലുക്കൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലിനടുത്ത് പറഞ്ഞു ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, ഈ താടിയും പഠിക്കരുത്, ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പോഴത്തെ ഒരു മുഖത്തിൻ്റെ ആ ഭയങ്കര ഒരു പ്ലസൻറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു.